കോടിയൊന്നും കിട്ടത്തില്ല. പടം ആവറേജ് പടം കേട്ടോ. ശങ്കറിന്റെ പടം എന്ന് പറയത്തില്ല, മാസമുണ്ട്. ഒരു കാട്ടപരാധമാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അന്തളവ് അപരാധമല്ല. പിന്നെ നമ്മൾ തലച്ചോറൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഇല്ലടാ, ഇതിന്റെ ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ അവിടെ ഒക്കെ ഉള്ള. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറേ നേരമൊക്കെ അത്യാവശ്യം നമുക്കൊരു ലോജിക്ക് മാറ്റിയിട്ട് മാസാക്ഷം പടം നൽകിക്കേണ്ട ഇഷ്ടപ്പെടും. അവസാനം കൊണ്ടുവച്ച് നമ്മൾ ക്ഷമയെ പരീക്ഷകളത്. ക്ഷമയെന്ന് പറഞ്ഞാൽ ശങ്കറിൻ്റെ ഒരു കംബാക്ക് പടം എന്നൊന്നും പറയാൻ പറ്റില്ല. ശങ്കറിൻ്റെ ഒരു മാസ് മസാല പടം. ഇപ്പം ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഈ മാസ് മസാല പടം എടുക്കാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. തെലുങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട്. തെലുങ്ക് വെർഷനാണ് ഞാൻ കണ്ടത്, മലയാളത്തിലല്ല തമിഴിലൊന്നുമല്ല, തെലുങ്കിൽ തന്നെയാണ് കണ്ടത്. അപ്പം തെലുങ്കിൽ തന്നെ കാണുമ്പോൾ നമുക്ക് 2014 ആ സമയത്തൊക്കെ ഒരു മാസ് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് ടച്ചുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ശങ്കറിൻ്റെ ഒരു ടച്ച് കാണണമെങ്കിൽ സോങ്സിലെല്ലാം ശങ്കറിൻ്റെ ടച്ചുണ്ട്. ആ ഒരു ബ്രഹ്മാണ്ഡം സംഭവം സോങ്സിലുണ്ട്. സിനിമയിലുണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ പൊളിറ്റിക്കൽ ഫിലിമാണ്. ആ ഒരു മാസ് മസാല സംഭവം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഒരു മുതൽവൻ്റെ ഒക്കെ അൾട്ടർനേറ്റീവ് വെർഷൻ വേണമെങ്കിൽ പറയാം. ആ ഒരു പൊളിറ്റിക്കൽ എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സീനൊക്കെ കാണുമ്പോൾ നമുക്ക് മുതൽവനൊക്കെ ഓർമ്മ വരും. പടം കുഴപ്പമൊന്നുമില്ല. എനിക്ക് പടം കണ്ടിട്ട് ബോറായിട്ട് അങ്ങനെയൊന്നും തോന്നില്ല. ഞാൻ ആസ്വദിച്ചതിൻ്റെ പടം കണ്ടത്. എല്ലാവർക്കും അങ്ങനെയൊന്നും അറിയത്തില്ല. പടം കൊള്ളാം, കുഴപ്പമില്ല. മാസ് കൊമേഴ്ഷ്യൽ സിനിമയാണ്. എപ്പോഴും പറഞ്ഞ ശങ്കർ പടം. കുറേ പാട്ടും ഇതും ടെക്നിക്കലായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ, കളർഫുള്ളാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഇതില്ല, ഒരു ലോജിക്കില്ല, ഒന്നുമില്ല. വെറുതെ എന്തൊക്കെയാ കാണിക്കുന്ന കുറേ കൊണ്ട്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല, മുഷിപ്പില്ലാതെ ഇങ്ങനെ കാണുന്നു. തെലുങ്കുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കായിരുന്നു. പുള്ളിയുടെ പഴയ ഒരു ടച്ച് ഇത് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. അയ്യോ, ഫാർ ബെറ്റർ. എനിക്ക് ബലമായ സംശയം, എനിക്ക് തോന്നുന്നു പുള്ളി ഗെയിം ചേഞ്ചർ ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള തിരക്കിലായിരിക്കും ഇന്ത്യൻ 2 കുളമായെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ 2 മാത്രം, ഇന്ത്യ 3 കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടായിരിക്കും. കണ്ടോണ്ടിരിക്കുക, വെറുത്തില്ല. ചേട്ടാ, കംബാക്ക് എന്ന് പറയാൻ വേണ്ടി പുള്ളിയുടെ പഴയ നമ്മളിപ്പം അന്യൻ എന്തിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തിനൊക്കെ പക്ക ഒരു ഇൻ്റർനാഷണൽ സ്റ്റെപ്പായിരുന്നു. ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല. ബട്ട് ഐ ഷുഡ് സേ ഇന്ത്യൻ 2-നെക്കാട്ടിയും വേ ബെറ്റർ ആയിരുന്നു. കയറിയിട്ട് ഇന്ത്യൻ 2 കണക്ക് വെറുത്തില്ല. ഇന്ത്യൻ 2 അങ്ങനൊന്നുമില്ല, കുറേ ഡ്രാമാറ്റിക് ക്രിഞ്ചൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ 2 കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നു. കാരണം കമലഹാസനെയും എല്ലാവരും ഇട്ട് പഴയ ആ ക്ലാസിക് പടത്തിനെ അതെനിക്ക് തോന്നുന്നു ഈ പടത്തിലായിരുന്നു പുള്ളിയുടെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് ഇന്ത്യൻ 2 കുളമായി പോയതാണ്. ഇത് വലിയ കുഴപ്പമില്ല, പുള്ളിയുടെ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ബോറടിച്ചില്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം. പക്ഷേ ബല്ലയിലെ കണക്ക് തള്ളൊന്നുമില്ല, ലോറി ഔട്ട് അതൊന്നുമില്ല. അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പുള്ളിയുടെ കുറച്ച് രാംചരണൊക്കെ അത്യാവശ്യം നന്നായിട്ട് ലുക്കായിട്ട് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. അല്ല വലിയ മാസമൊന്നുമില്ല. ഇല്ല, അടിച്ചേറി കയറ്റുന്ന മാസമല്ല. തൊട്ടതിനും പിടിച്ചതിനും പാട്ട അത്ര കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഹാഫിലായിട്ട് VFX ഒക്കെ കൊള്ളാം. അത്ര ഇല്ലില്ല, അത്ര ഒന്നും വന്നിട്ടൊന്നും. രണ്ടും ഏകദേശം ഒരേപോലെ, കുഴപ്പമില്ല, അത്രയൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കാണാം. ക്വാളിറ്റി കൂടി പോയില്ല. പൈസ പൊട്ടിക്കാൻ വേണ്ടി കുറേ സീൻ എടുത്ത് വെച്ചേക്കുന്നത്, ഒരു ആവശ്യമില്ലാതെ പൈസ പൊട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം. ആ പാട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് തന്നെ വേസ്റ്റഡാണ്. ഇൻട്രോയിൽ തന്നെ പടത്തിന്റെ ലെവൽ മനസ്സിലാവും. പടം പോയ ഇത് ആർക്കും ഇഷ്ടപ്പെടാൻ വലുതായിട്ട് ചാൻസ് ഇല്ല. ഇന്ത്യൻ 2 ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. തെലുങ്ക് മാസ് മസാലയാണ്, പക്ഷെ ബേസിക് സ്ക്രിപ്റ്റില്ല. എന്ത് ചെയ്തിരുന്ന കാര്യം ശങ്കറിന്റെ സ്ഥിരം ഫോർമുല ഒന്ന് കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ 2-നെക്കാട്ടും കൊള്ളാം. അതിന്റെ ക്ഷീണം തീർത്തു ഇന്ത്യൻ 2-യുടെ.